ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ഇത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എടപ്പള്ളിപ്പള്ളി പെരുന്നാളാണ് 2025. അതിലെ പ്രസിദ്ധേന്തിനെ പരിചയപ്പെടുത്തുന്നതല്ലാതെ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള, ഇത് അറിയാത്തവർക്ക് വേണ്ടി അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു പ്രസിദ്ധേന്തിനെ അവിടെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ കോഴി നേർച്ച, അതുപോലെ ഈ 101 പലഹാരങ്ങൾ നിരത്തി വെച്ച് അപ്പോൾ ഇത് എടപ്പള്ളി എന്താണ് രാജഭരണകാലത്ത് ഇവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോൾ അനുഷ്ഠിച്ചു വരുന്ന അല്ലെങ്കിൽ നിലനിന്ന് വരുന്ന ആചാരങ്ങൾ ആണ് ഇപ്പോഴും പല കാര്യങ്ങളിലും നിന്ന് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്കായിട്ട്, അതായത് പുറത്തുള്ളവർക്കായിട്ടാണെങ്കിലും അറിയാൻ വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് മുഴുവനായിട്ട് വിശദീകരിച്ചൊരു എപ്പിസോഡും കൂടി ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടക്കണം. ശേഷം ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു പൂർണ്ണത ഈ ഒരു വീഡിയോയിലൂടെ ആ പെരുന്നാളും അവിടുത്തെ കൊടിയേറ്റവും, ഇത് കൊടിയേറ്റം എല്ലാ കൊല്ലം ഏപ്രിൽ 25 നടക്കുന്നത്, ഈ പലഹാരങ്ങൾ നിരത്തി വെക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ മറക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വികാരി അച്ഛന ആ പലഹാരങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ആ മേശയുടെ ആ ടേബിളിൻ്റെ അങ്ങോട്ട് ആനയിച്ച് അല്ലെങ്കിൽ സ്വീകരിച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ശേഷമാണ് കൊടി കൈമാറി കൊടി ഉയർത്തൽ കച്ചടങ്ങൊക്കെ നടക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തത കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്കും കൂടി അയച്ചു കൊടുക്കുക. ഓക്കെ. 25 പെരുന്നാൾ വിശുദ്ധ ഗീവർഗീസാറായുടെ പെരുന്നാൾ നടത്തുന്നതിന് കൊടിയയക്കുന്നതിന് അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയ തങ്കച്ചൻ, താങ്കൾക്ക് ഈ വലിയ ഉത്തരവാദിത്വം ഭംഗിയായി നടത്തുവാനുള്ള എല്ലാ അനുവാദം നൽകുകയാണ്. വിശുദ്ധ ഗീവർഗീസിൻ്റെ സവിശേഷമായ മധ്യസ്ഥം താങ്കളോടും താങ്കളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടായിരിക്കും. പ്രാർത്ഥനയിലേക്ക് പോകാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വസ്ത മകനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഗീവർഗീസിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി നൽകിയതിന് ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരുങ്ങുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധന്റെ സവിശേഷമായ മാധ്യസ്ഥം ഈ തിരുനാളാഘോഷങ്ങൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതിന് ഇടവരുത്തണമെന്ന് എൻ്റെ സവിശേഷമായ അനുഗ്രഹങ്ങൾ വിശുദ്ധൻ വഴി ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായി ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റ് ശ്രീ തങ്കച്ചനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അവരുടെ പ്രത്യേക നിയോഗങ്ങളെയും അങ്ങ് ഏറ്റെടുത്ത് വിശുദ്ധ ഗീവർഗീസ് സഭ വഴി നിറവേറ്റി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാൾ ആഘോഷങ്ങളെല്ലാം നിൻ്റെ ഉപരി മഹത്വത്തിനും ഞങ്ങളുടെ ഇവിടെ കൂടുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ മാതൃകാപരമായി നടത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥന വിശ്വസിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമാ യേശുവേ വിമോചകനെന്ന് വിശ്വമാർഗീയം ഘോഷിക്കാം. യേശുവേ വിമോചകനെന്ന് വിശ്വമാർഗീയം ഘോഷിക്കാം. ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. എഡിറ്റായിട്ടൊന്ന് വാട്സപ്പിൽ തരും തീർച്ചയായിട്ടും അതിലല്ലേ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. ദൈവരൂപി സ്നേഹജാലയായി സ്വർഗ്ഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ശ്രീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. ശ്രീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. ഞങ്ങളങ്ങനെ ആരാധന അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധന്റെ ബഹുമാനപരമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വളർന്നവരെല്ലാം സഹായം ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. കർത്താവാം സിംഹാസന കാരുണ്യവും
ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റത്തെ 2ാമത്തെ എപ്പിസോഡ്, അതായത് ഈ വീഡിയോ അതിന് മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്നും വിശ്വസിക്കുന്നു. കാരണം എന്നാൽ മാത്രമേ ഈ ഒരു പെരുന്നാളിനെ കുറിച്ചിട്ടുള്ളൊരു പൂർണ്ണ വിവരം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാനും അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചത്. കാരണം അറിയാത്തവർക്ക്, ഇവിടെയുള്ളവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, പക്ഷേ എന്നാൽ അറിയാത്തവർക്കിലേക്കും കൂടി അല്ലെങ്കിൽ മറ്റ് മലയാളികളിലേക്കും കൂടി എത്തണം ഈ വീഡിയോ എന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്തതാണ്. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കുറേ ആചാരങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നടക്കാനുണ്ട്, അവരും അറിയണമല്ലോ. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക. ഇതുപോലെ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഈ വീഡിയോസായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.